ജന്തർ മന്ദറിലെ ഇന്റർനെറ്റ് നിരോധനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ അധ്യക്ഷനായ ബെഞ്ച് ഉച്ചയ്ക്ക് 2:30 വാദം കേൾക്കും. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, ആരാണ് ഹർജിക്കാരൻ? ഹൈക്കോടതിയിലെ അഭിഭാഷകർ തന്നെയാണ് ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പരിഗണിക്കാത്ത പല ഹർജികളുടെയും ഒരു ആശ്വാസ കേന്ദ്രമായി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ വലിയൊരു തരത്തിലുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നത്. കാരണം ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ആ ഹർജി പരിഗണിക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി പറയുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്റർനെറ്റ് റദ്ദാക്കൽ. അതുകൊണ്ട് ഈ നടപടി അടിയന്തരമായി പിൻവലിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ അഭിഭാഷകർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഹർജിക്കാരായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അടിയന്തരമായി വാദം കേൾക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 2:30 വാദം കേൾക്കൽ ആരംഭിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശമാണ് യഥാർത്ഥത്തിൽ CJP എന്ന പാർട്ടിക്ക് ഉദയം കൊടുത്തത് തന്നെ. യുവാക്കളെ പാറ്റകളോട് ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ പരാമർശം, ആ പരാമർശത്തിന്റെ റിയാക്ഷനായിട്ടാണ് യഥാർത്ഥത്തിൽ CJP ഉണ്ടായത്. പിന്നീട് പാർലമെന്റ് മുമ്പിലെ ലാത്തിച്ചാർജുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോകളൊന്നും കാണേണ്ടതില്ല എന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുകയുണ്ടായി. പിന്നീട് ഹർജിക്കാർക്ക് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജി, പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയാണ് പരിഗണിക്കാൻ പോകുന്നത്. ശ്രദ്ധേയമാണ്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.